ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 20ാമത്തെ നോമ്പാട്ടോ. അങ്ങനെ 2ാമത്തെ 10 ഇന്നത്തോടു കൂടി തീരെയാണ്. നമ്മൾ 3ാമത്തെ 10ക്ക് കിടക്കുകയാണ് അല്ലേ മച്ചേ. നോമ്പൊക്കെ എത്താറുമ്പോഴത്തിന് പോവാട്ടോ. ഒരു മാസം കഴിയാനായി. ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ നോമ്പ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 20ാം നോമ്പിൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മാവൊക്കെ അടിച്ചു വെച്ചിരുന്നു കേട്ടോ. കുറേ മാവ് അടിച്ചു വെച്ചതാണ്. പുതിയ അടുപ്പുകളും പോകുന്നു കേട്ടോ. പുതിയ അടുപ്പ് വാങ്ങാൻ അതാ പറയണത്. അപ്പോൾ ഇതും പിന്നെ ദോശ കേട്ടോ. നമ്മൾ ഇന്ന് ദോശയും പിന്നെ അമ്മ ബജിക്കറി ഉണ്ടാക്കി തിരിച്ചെല്ലാം കുടിച്ചാണ്ട് ബജിക്കറി ഉണ്ടാക്കാൻ വേണ്ടിക്കാട് കിഴങ്ങ് അടുപ്പത്ത് വെച്ചിരിക്കണ്. അതേപോലെ ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് ചട്ടിനി ഉണ്ടാക്കാന്ന് കരുതി. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് നോമ്പുറക്കാനുള്ളത്. ഉണ്ടാക്കാൻ പോവാട്ടോ. ചട്ടിനിക്ക് ഒരു ഉള്ളി എടുത്തിക്കണ്. പിന്നെ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകൊക്കെ എടുത്തിക്കണം കേട്ടോ. കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കുറച്ചാളല്ലേ ഉള്ളൂ. ചട്ടിനി ആകുമ്പോൾ കറി പാരുന്ന മാതിരി പാരുമില്ലല്ലോ. അപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വാട്ടിയാണ്ട് അരച്ചാണ്ടാട്ടോ നമ്മൾ ചട്ടിനി ഉണ്ടാക്കാൻ. ഉഴുന്നിടാൻ മറന്നുപോയി. ഉഴുന്നിടലുണ്ട് കേട്ടോ എണ്ണയ്ക്ക്. ചിലപ്പോൾ പെട്ടാതെയോ ഉഴുന്നും ഇട്ടിക്കണം കേട്ടോ. ഉഴുന്നിടാൻ മറന്നതാണ്. എണ്ണയ്ക്കാണ്ട് ഇടാനാട്ടോ സാധാരണ. ഇത് ഇടാൻ മറന്നതാണ്. അപ്പോൾ ഇനി ഇത് വാട്ടിയാണ്ട് അരച്ച് നമുക്കൊരു ചട്ടിനി ഉണ്ടാക്കാം. ഉമ്മാൻ്റെ ബാജിക്കുള്ള മറ്റേ തേങ്ങ അവിടെ ഒന്ന് പൂക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ കേട്ടോ നമുക്ക് നോമ്പ് ഇറക്കാം. ഇന്നൊരു അധികം ഒന്നും ഇല്ലാത്തൊരു നോമ്പ് തുറയാണ്. അന്നത്തെ നോമ്പ് തുറ കേട്ടോ. 20ാമത്തെ നോമ്പ് തുറ. ചട്ടിനിക്കുള്ള സാധനം സെറ്റായിട്ടോ. ഇത് നമുക്കൊന്ന് അരച്ചെടുത്താണ്ട് ഒന്ന് താളിക്കണം. കടുക് ഇട്ടുകാണ്ട് കടുകും കരിയപ്പിട്ടുകാണ്ട് ഒന്ന് താളിക്കുക. അത്ര പണിയുള്ളൂ. ചട്ടിനി നമുക്ക് ഈസി ആട്ടോ. ഇതും ഈസി തന്നെ. ഇത് നമ്മളെ ബാജിക്കുള്ളതാട്ടോ. ഒരു അര ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇതിക്കുള്ളത് കേട്ടോ. ബാജിക്കറിക്കുള്ളത് നമ്മളെ ചട്ടിനി റെഡി കേട്ടോ. ഇതൊരു സിമ്പിൾ ചട്ടിനി കേട്ടോ. ഈ ചട്ടിനി തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ നാളെ ഉണ്ടാക്കിന് കേട്ടത്. അപ്പോൾ ഇത് കൊണ്ണൂനല്ല ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്ട് ഓളൊന്നും ഇത് ഉണ്ടാക്കാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. റെസിപ്പി ഞാൻ കാണിച്ചെത്തില്ല. കുറച്ച് മഞ്ഞപ്പൊടി മുളകും പൊടിയൊക്കെ ഇടുക. അപ്പോൾ ബാജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറച്ച്. അപ്പോൾ ഇതും കുറച്ച് ഇതന്നെ ചിലപ്പോൾ നമ്മളത് ബാക്കിയേക്കാരോ ഉണ്ടോ. നമുക്ക് കുറച്ച് മതി കറിയൊക്കെ. അപ്പോൾ നമ്മളെ സാധനം ചട്ടിനി റെഡി ആയിട്ടോ. ഇനി ദോശ ചൂടണം. അതേപോലെ ബാജി ഉണ്ടാക്കണം കേട്ടോ. ഇത് നമ്മളെ ബാജിക്കറി കേട്ടോ. ബാജിക്കറി ഉണ്ടാക്കി കൊടുക്കുകയാണ്. കിഴങ്ങോടെ തേങ്ങ തട്ടോ. തേങ്ങാപ്പാൽ വേണം. അതിനുള്ള തേങ്ങയാണ്. പിന്നെ കിഴങ്ങിനെ ഇതാക്കണ ഉടച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ നീരാട്ട് ഉണ്ടായിരുന്നു. അവിടെ പൈപ്പ് തിരിച്ചിക്കാണ്ട് ഫുള്ള് വളത്തുകളി കഴിഞ്ഞിട്ടോ. അപ്പോൾ അവിടെ പോയിക്കാണ്ട് പിന്നെ അതിനെ അകത്ത് കയറ്റിനുള്ള നിലവിളിയാട്ടോ കേൾക്കണത്. അകത്തേക്ക് കയറ്റിയതിന് വെള്ളത്തിൽ അങ്ങനെ പൊതിരും. ഏത് നേരം വെള്ളം കണ്ടാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അതിലങ്ങ പൊതിർന്നങ്ങ നിൽക്കും. അപ്പോൾ അത് കയറ്റിയതിനുള്ള ഒച്ചപ്പാടാണ് അപ്പം കേൾക്കണത്. നമ്മൾ ദോശ ചുട്ടുകൊണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനാകുമ്പോൾ ചൂടായിരുത്തിയാണ്ട് ഇതുവരെ ചുട്ടില്ലേനി. ഇപ്പോൾ ചുടൽ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ബാങ്ക് കൊടുക്കാനൊന്നും ആയില്ല. 6 മണി ആയിട്ടുള്ളൂ. 6:30 ബാങ്ക്. അപ്പോൾ അതാ കുറച്ച് ചുട്ട് വെച്ചിരിക്കണത് ഇതാട്ടോ നമ്മളെ കിഴങ്ങിൻ്റെ സംഭവം. ഇത് ദോശ ചുട്ടുകൊണ്ട് കേട്ടോ. ഇനി വത്തക്ക ഉണ്ട് കേട്ടോ അടിക്കാൻ. പക്ഷേ പാലൊന്നും ഇല്ല കേട്ടോ. ഒന്ന് പാലില്ലാതെ വത്തക്ക ജ്യൂസ് ആട്ടോ ഇന്നത്തെ ജ്യൂസ്. കുറച്ച് കട്ടിയിലുള്ള ദോശയുണ്ട് കേട്ടോ. ഇതാണ് ദോശ. മറ്റേത് നെയ്റോസ്റ്റാണ്. അപ്പം ഇതും അതും ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടാക്കുന്നുണ്ട്. അല്ല ഇതും അതൊക്കെ തിന്നു. അപ്പം പിന്നെ രണ്ടും ഉണ്ടാക്കാം. 3 ആളും ഉണ്ട്. ഇതുള്ളൂ കേട്ടോ നിർത്തിയിട്ടോ. അപ്പോൾ ജ്യൂസ് അടിച്ച് നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടേക്കാം. നോമ്പ് ഇറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കിട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ജ്യൂസ്. ഇന്ന് പാല് പാരാത്ത ജ്യൂസ് കേട്ടോ. അതാണ് ഈ കളർ കേട്ടോ. പിന്നെ അതാ ചായ, പാൽ ചായ ഉണ്ട്. പാൽ ചായ അല്ല പാൽപ്പൊടി ഇട്ട ചായ കേട്ടോ. പിന്നെ ദോശ രണ്ടൊരു മാവ് തന്നെ കേട്ടോ. രൂപത്തിന് മാറ്റേണ്ടെന്നേ ഉള്ളൂ. ദോശ പിന്നെ ചട്ടിനി ഉണ്ട്. കുറച്ച് ചട്ടിനി ഉണ്ടാക്കിക്കണ്. പിന്നെ കുറച്ച് കിഴങ്ങ് കറി ഉണ്ടാക്കിട്ടോ. കറിയല്ല, ഇതൊരു കൂട്ടാൻ മാതിരിയാണ്. ഇതിലിങ്ങനെ കുത്തി തിന്നലാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമുക്ക് നോമ്പറക്കാൻ പൊരിയൊന്നും ഇല്ല കേട്ടോ. സാധാരണ ഇപ്പോൾ ഒരു 3 ദിവസമായിട്ട് പൊരിയൊന്നും ഇല്ല കേട്ടോ. അധികം ചില ദിവസങ്ങളിലൊന്നും പൊരി ഉണ്ടാവലില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാത്ത ഏതോ ഒരു ദിവസമൊന്നും ഇല്ലേനിന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്നും പൊരിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാനൊന്നുമില്ല. സാധനമൊന്നും ഇല്ലേനി. അപ്പോൾ ഉണ്ടാക്കാൻ കേട്ടോ. സാധനം ഉണ്ടാകുമ്പോഴാണല്ലോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ അങ്ങാടിയിലൊക്കെ പോയി. പക്ഷേ ഞങ്ങൾ പാലും സാധനമൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങാടിയിലൊക്കെ പോയി കുറേ സാധനമൊക്കെ വാങ്ങിക്കണ്. പക്ഷേ അതിൽ കിട്ടാത്ത സാധനം ഉണ്ട് കേട്ടോ. പൊട്ടിച്ചുണ്ടാകുമ്പോൾ ഇന്നും നേരത്തെ കാലത്തെ കയറി പൊട്ടുട്ടോ.
കയറിക്കാണ്ട് ടേബിൾമേലൊക്കെ ഇരുന്ന് ഗ്ലാസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കൽ തുടങ്ങിയിട്ടുണ്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് നോമ്പ് തുറക്കാനൊക്കെ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. നിങ്ങൾ ആരും എന്താ കമൻറ്റ് ഒന്നും ഇടാത്തത് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക. അപ്പം വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കമൻറ്റ് ഇടേണ്ടി കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് അപ്പം നമ്മളെ ആ ആ ആ അവൾ പറയണ ദോശ എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കിയത് നമുക്ക് പറയാം. അപ്പോൾ മൂത്ത ഉണ്ടാക്കിയത് ഉമ്മച്ചി ഉണ്ടാക്കിയെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ 10 ഇന്നത്തോട് കൂടി തീരാല്ലേ. 20 നോമ്പും തീരാണല്ലേ. അപ്പോൾ 20ാമത്തെ നോമ്പ് തീർന്നാൽ വെറുതെ എടുക്കണ്ട ദിവസം മോളെ. അവൾ കറിയൊക്കെ എടുക്കൽ തുടങ്ങിക്കോട്ടോ. കറിയും ദോശയൊക്കെ എടുക്കൽ തുടങ്ങിക്കണം. അപ്പോൾ ഇത്ര കൊള്ളൂട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ നോമ്പ് തുറ വിശേഷങ്ങൾ കുഞ്ഞു വീഡിയോ കേട്ടോ, അധികമൊന്നുമില്ല, ചെറിയ വീഡിയോ. അടന്നോട്ടെ, ചെറിയ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ.